എല്ലാ സർവേ ഫലങ്ങളും വ്യക്തമായ ഭൂരിപക്ഷം പ്രവചിച്ചതോടെ ആത്മവിശ്വാസത്തിലാണ് UDF. എക്സിറ്റ് പോളുകളിൽ തുടർഭരണം പ്രവചിക്കുന്നില്ലെങ്കിലും LDFും പ്രതീക്ഷ ഇതുവരെ കൈവിട്ടിട്ടില്ല. ഒന്നിലേറെ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് സർവേയുടെ കൂടുതൽ വിവരങ്ങളുമായി B. ദിലീപ് കുമാർ ചേരും. അതുപോലെ UDFിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയാൻ R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് LDFിൻ്റെ സാധ്യതയുടെ വിവരങ്ങളുമായി ദീപക് തർമ്മണം ചേരും. NDAയുടെ സാധ്യത പറയാൻ കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയനും തത്സമയം ചേരുന്നു. ആദ്യം B. ദിലീപ് കുമാറിലേക്ക്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. പറയൂ ദിലീപ്, ഇന്നലെ എക്സിറ്റ് പോൾ സർവേ പ്രവചനത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. എക്സിറ്റ് പോൾ എക്സാക്ട് പോൾ ആയിരിക്കുമോ എന്നറിയാൻ നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കാം. 4-ാം തീയതിയാണല്ലോ റിസൾട്ട് വരിക. എക്സിറ്റ് പോളുകൾ ചിലപ്പോഴൊക്കെ ഈ എങ്ങോട്ടായിരിക്കും ട്രെൻഡ് എന്നത് സംബന്ധിച്ച ചില സൂചനകൾ നൽകാറുണ്ട്. ചില സമയത്ത് അത് പാളിയിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം സമയങ്ങളിലും അത് എക്സിറ്റ് പോളുകൾ ഏതാണ്ട് ശരിവയ്ക്കും വിധമായിരിക്കും ഈ റിസൾട്ട് വരിക. അത് പലപ്പോഴും പാളിയിട്ടുള്ളത് ഹരിയാന, മഹാരാഷ്ട്ര തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വിമർശനത്തിന് തന്നെ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് വിധേയമായിട്ടുണ്ട്. കഴിഞ്ഞ 2021 കേരളത്തിലെ എക്സിറ്റ് പോളുകൾ നോക്കിയാൽ തന്നെ വിവിധ ഏജൻസികൾ അത് പ്രവചിച്ചിരുന്നത് കേരളത്തിൽ LDFിന് 2ാം ഊഴം എന്നത് തന്നെയായിരുന്നു. അതിൽ UDFിൻ്റെ വിജയം പ്രവചിച്ചിരുന്നത് 2 ഏജൻസികൾ മാത്രമാണ്. ഇതിൽ ചില മെത്തഡോളജികൾ ഈ സർവേ ഏജൻസികൾ ഉപയോഗിക്കാറുണ്ട്. അത് കേരളത്തിലെ ഈ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്ത് ഇറങ്ങുന്നവരെ, അതാണല്ലോ എക്സിറ്റ് പോൾ, വോട്ട് ചെയ്ത് ഇറങ്ങിയാൽ ഉടൻ തന്നെ അവർ ആർക്കനുകൂലമായിട്ടായിരിക്കും വോട്ട് ചെയ്തത് എന്നത് സംബന്ധിച്ച അഭിപ്രായമാരായും അതോടൊപ്പം തന്നെ അവരുടെ പ്രായം, ജാതി തുടങ്ങിയ വിവിധ ഘടകങ്ങൾ, ജോലി, പഠനം തുടങ്ങിയ വിവിധ ഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു മെത്തഡോളജി ആയിരിക്കും ഇവർ തയ്യാറാക്കുക. ഇത് വളരെ കുറച്ച്, അവർ സാമ്പിളിംഗ് സൈസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരായിരിക്കും. പക്ഷേ അതായിരിക്കും ഒരുപക്ഷെ മുഴുവൻ ട്രെൻഡ് എന്നത് കണക്കിലെടുത്താണ് ഈ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. സർവേയെ പോലെ തന്നെയാണ് എക്സിറ്റ് പോളുകളുടെയും ഏതാണ്ട് മെത്തഡോളജി എന്ന് പറയാവുന്നത്. അത് ആ ട്രെൻഡ് അനുസരിച്ച് കഴിഞ്ഞ തവണ കേരളത്തിൽ ഏതാണ്ട് ഈ എക്സിറ്റ് പോളുകളിൽ കൃത്യമായി ഭൂരിപക്ഷം ഏജൻസികളും തുടർഭരണം പ്രവചിച്ചെങ്കിലും ഒരുപക്ഷെ അത് തൂക്കുസഭയോ അല്ലെങ്കിൽ വളരെ കഷ്ടിച്ചുള്ള ഭൂരിപക്ഷമോ മാത്രമാണ് LDFിന് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഏജൻസികളും പ്രവചിച്ചിരുന്നത്. അതിൽ ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ അന്ന് പ്രവചിച്ചത് ഇടതുമുന്നണിക്ക് 104 മുതൽ 120 സീറ്റും UDFിന് 20 മുതൽ 36 സീറ്റ് വരെയും എന്നുള്ളതായിരുന്നു. അത് വളരെ കടന്നുപോയി എന്നുള്ളത് നമുക്കറിയാം. അതേസമയം ഇതിനോട് ഏതാണ്ട് ചേർന്ന് നിന്ന ഒരു പ്രവചനം കഴിഞ്ഞ തവണ 2021 ഫലത്തോട് ചേർന്ന് നിന്ന പ്രവചനം നടത്തിയിരുന്നത് ന്യൂസ് 24 ടുഡേസ് ചാണക്യ അവരുടെ പ്രവചനമായിരുന്നു. 93 മുതൽ 111 സീറ്റ് വരെ LDFിന് കിട്ടും, 26 മുതൽ 44 സീറ്റ് വരെ UDFിനും 0 മുതൽ 6 സീറ്റ് വരെ BJPക്കും എന്ന പ്രവചനമായിരുന്നു. അതിൽ BJPയുടെ സീറ്റ് സംബന്ധിച്ച പ്രവചനം അവരുടെ കാര്യത്തിൽ പാളിപ്പോയി. അതിൽ LDFിന് കഴിഞ്ഞ തവണ കൃത്യമായി കേരളത്തിൽ ലഭിച്ചത് ഈ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കക്ഷിനില ഇങ്ങനെയായിരുന്നു: LDFിന് 99, UDFിന് 41. BJPക്ക് 0 മുതൽ 2 സീറ്റുകൾ വരെ മിക്കവരും പ്രവചിച്ചിരുന്നതാണ്. പക്ഷേ BJPക്ക് കഴിഞ്ഞ തവണ സീറ്റുകളൊന്നും ലഭിച്ചില്ല എന്നതും നമുക്കറിയാം. അങ്ങനെ ഈ എക്സിറ്റ് പോളുകൾ ചിലപ്പോഴൊക്കെ അത് ഏതാണ്ട് ഭൂരിപക്ഷ സമയവും ശരിയാകുമെങ്കിലും ചിലപ്പോഴൊക്കെ അത് പാളാറുമുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ കൃത്യമായിരിക്കുമോ എന്നത് സംബന്ധിച്ച് നമുക്ക് കാത്തിരിക്കാം മെയ് 4-ാം തീയതി വരെ. അപ്പോൾ കഴിഞ്ഞ തവണ എക്സിറ്റ് പോളുകളിൽ മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യത്തിൽ ഏതാണ്ട് ശരിയായിരുന്നു. എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങളെല്ലാം തമിഴ്നാട്ടിൽ DMK സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇത്തവണയും ഭൂരിപക്ഷം ഏജൻസികളും തമിഴ്നാട്ടിൽ DMK സഖ്യം വരുമെന്നാണ്. പക്ഷേ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം തമിഴ്നാട്ടിൽ TVK അധികാരത്തിൽ വരും എന്നതാണ്. പുതുച്ചേരിയിൽ അവിടെ NR രംഗസ്വാമിയുടെ NR കോൺഗ്രസും BJP സഖ്യവും അധികാരത്തിൽ വരുമെന്നാണ് ഭൂരിപക്ഷം ഏജൻസികളും ഇപ്പോഴും പ്രവചിച്ചിരിക്കുന്നത്. അസാമിൽ BJP വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഈ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ ബംഗാളിനെ സംബന്ധിച്ച് ഭൂരിപക്ഷം ഏജൻസികളും പ്രവചിക്കുന്നത് BJP അധികാരത്തിലെത്തും, പക്ഷേ ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നതാണ്. 2021 ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോളുകൾ കൂടുതലും BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നു എന്നതായിരുന്നു. പക്ഷേ വളരെ സുരക്ഷിതമായ ഭൂരിപക്ഷത്തിൽ 214 സീറ്റുകൾ നേടി തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നു. അങ്ങനെയൊരു ശക്തമായ മത്സരം കഴിഞ്ഞ തവണ ബംഗാളിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആ എക്സിറ്റ് പോളുകൾ നിരാകരിച്ചുകൊണ്ട് പിന്നീട് ജനത്തിൻ്റെ വിധിയെഴുത്ത് വരികയും ചെയ്തിരുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.